എന്താടേ? എന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്? ഇവിടെ കഞ്ഞി. ഇടി അകത്ത് പോടി. ഈ മുറിയിലേക്ക് നോക്കി വരല്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ലടി, പറയുന്നത് കേൾക്കുന്നില്ലേടി? എന്താ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ പിടിച്ച് പൂട്ടിയിടണം, ഇല്ലെങ്കിൽ പോലീസ് പിടിച്ചു കൊടുക്കണം. എടി, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലടി. കേറി പോടിയകത്ത് പോകാൻ. എടി, നിന്നോട് കേറി പോകാനല്ലേ പറഞ്ഞത്? ഒന്നും കഴിക്കുന്നില്ലല്ലോ. കുറച്ച് നീര് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യണ്ട, നീരൊക്കെ മാറിക്കോളും. അപ്പോ മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയത് എസ്തപ്പാന് വേണ്ടി ആയിരിക്കില്ലേ? എല്ലാം ശരിയാവും. ആ പെണ്ണിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു പെണ്ണിനെ ഉപദ്രവിക്കണ്ടെന്ന് കരുതിയ പോട്ടേന്ന് വെച്ച് പറയുന്ന ഫലം കേൾക്കുന്നുണ്ടോ? ഞാൻ നോക്കിക്കോളാം. ഓ ഓ ഓ മുറിയില് എന്തൊക്കെ രഹസ്യങ്ങളാ ഒളിഞ്ഞിരിക്കുന്ന? മറ്റൊരു ദേവികയായിരിക്കോ അതിനകത്ത്? ഇവിടെ ഒരു മുറിയിൽ എന്റെ ജീവിതവും തീരൂ. ഹലോ ഹലോ, സിദ്ധു, എന്താ പ്രഭ? സിദ്ധു, എനിക്ക് പേടിയാവുന്നു. സിദ്ധു, മുറിയിൽ തനിച്ചിരിക്കാൻ പേടി. സിദ്ധു കൂടി വാ. എന്താ പ്രഭ? അസാധാരണമായ മനക്കട്ടി ഉണ്ടായിരുന്ന ആള്, ആകാശം ഇടിഞ്ഞ് വീണാ പോലും കുലുങ്ങാതെ നിന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ പതറിപ്പോവാന്ന് വെച്ചാ ധൈര്യമായിരിക്കും പ്രഭ. ആകാശം ഇടിഞ്ഞു വീഴുകയല്ല സിദ്ധു, ഇവിടെ ഞാൻ വീഴാൻ പോവോ. മനസ്സുറച്ചു നിൽക്കുന്നില്ല. കണ്ണിന്റെ മുൻപിൽ ആ വസുന്ധര ചോദ്യം ചെയ്യൽ.
സിദ്ധു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ മീരെ അപായപ്പെടുത്തുന്നു? ആ, താൻ അഥവാ ഞങ്ങൾ അപായപ്പെടുത്തിയാലും മീരയെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. പിന്നെന്തിനാ വസുന്ധര എന്നെ സംശയിക്കുന്നത്? അവരന്വേഷണ ഉദ്യോഗസ്ഥരല്ലേ, പല രീതിയിലും ചിന്തിക്കും. ആ, താൻ അതോർത്ത് ടെൻഷൻ ആവണ്ട. നന്ദനും മീരെ ഒന്നിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അത് സത്യം. പക്ഷേ ഇതിപ്പോ ഞാൻ മീരെ കൊലപ്പെടുത്തിയെന്ന്, അതും എന്റെ ഈ വിരലുകൾ കൊണ്ട്. വസുന്ധര അങ്ങനെ പറഞ്ഞെന്ന് കരുതി താൻ എന്തിനാ വിഷമിക്കുന്നത്? അവരന്വേഷണ ഉദ്യോഗസ്ഥയാ. സത്യം കണ്ടെത്താൻ സംശയമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യും. പതറാതിരിക്കുക എന്നതാ നമ്മൾ ചെയ്യേണ്ടത്. ഞങ്ങൾ തന്നോടൊപ്പം ഉണ്ട്. മതിയായി, ജീവിച്ച് മതിയായി. എടോ, താനൊന്ന് സമാധാനമായിട്ടിരിക്കേ. അമ്മേ, ആകാശം ഇടിഞ്ഞു വീഴുകയല്ല സിദ്ധു ഇവിടെ, ഞാൻ വീഴാൻ പോവോ? മനസ്സുറച്ചു നിൽക്കുന്നില്ല. കണ്ണന്റെ മുൻപിൽ ആ വസുന്ധര ചോദ്യം ചെയ്യൽ. മോനെ, എന്താടാ നന്ദ? ഞാൻ പോലീസിന്റെ മുമ്പിൽ കുറ്റം ഏൽക്കാൻ പോവാച്ച. പാവ അമ്മയുടെ വിഷമം എന്റെ കണ്ണീന്ന് മായുന്നില്ല. അമ്മേ, അച്ഛനെ രജനേച്ചിയൊക്കെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകും. അതൊന്നും വേണ്ട, ഞാൻ സമ്മതിക്കില്ല. പിന്നെ ദേവിയും തിരിച്ചെത്തിക്കണമെങ്കിൽ ഞാൻ കുറ്റം ഏറ്റെടുത്തേ പറ്റൂ. നന്ദ, ഒരു അന്വേഷണത്തിന് അതിൻ്റെതായ രീതികളുണ്ട്. നമ്മളെല്ലാവരും അതനുസരിച്ചേ പറ്റൂ. അതിനിങ്ങനെ വൈകാരികമായി പ്രതികരിച്ചിട്ട് കാര്യമില്ല. നീ കുറ്റം ഏറ്റാലും അവർ ചോദ്യം ചെയ്യേണ്ടവരൊക്കെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ധൈര്യമായിട്ട് നിൽക്ക്. പിന്നെ പ്രഭ വിഷമിച്ചതിൽ നീ സങ്കടപ്പെടണ്ട. ഇങ്ങനെയെങ്കിലും നിന്റെ അമ്മ ഒന്ന് വിഷമിച്ചല്ലോ. അങ്ങനെ പറയല്ല അച്ഛാ. ഈ ഒരു ഘട്ടത്തില് അമ്മയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഈ സംഭവത്തില് അമ്മയ്ക്ക് 1% പോലും ഉത്തരവാദിത്വമില്ല. അതെനിക്കറിയില്ലേ. ഇവിടെ എല്ലാവരും ബാലൻസ്ഡായി പിടിച്ചു നിൽക്കുന്നു. നീ പക്ഷേ ഓരോ സമയത്തും ഓരോ രീതി മാറുക. ധൈര്യമായിട്ട് നിൽക്കടാ, ഉറച്ചു നിൽക്ക്. വരുന്നതെല്ലാം ധൈര്യത്തോടെ നേരിടാൻ തയ്യാറാണ്. അമ്മ നമ്മളെ ഒരുപാട് കരയിച്ചിട്ടുണ്ടെങ്കിലും അമ്മയെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കൂടാ. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ സംരക്ഷിക്കും. നമ്മൾ നമ്മളെ വീടിനെ സംരക്ഷിക്കുന്നില്ലേ? അതിനിടയിൽ നിന്റെ ഈ വിഷമം എന്റെ മനസ്സിനെ കൂടെ ഉലച്ചു കളയുക. സോറി അച്ഛ, സോറി. ഇനി ഉണ്ടാവില്ല. ഇനി അഭിപ്രായം മാറില്ലല്ലോ? ഇല്ല. എന്നാ വാ, നമുക്ക് താഴോട്ട് പോവാം. അച്ഛൻ പൊക്കോളൂ. ഞാൻ കുറച്ച് നിരന്നിട്ട് വന്നോളാം.
ശരി. നന്ദനോൻ വരുന്നിട്ട് കണ്ടില്ലല്ലോ രാധികെ. നേരാണല്ലോ. ചിലപ്പോ രാവിലെ വരുമായിരിക്കും. എനിക്കെന്തോ രാധി വരുന്ന വഴിയിൽ എന്തെങ്കിലും. ഒന്ന് ചുമ്മാതിരിക്കച്ചാ, ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കല്ലേ. മോളെ, എന്തായാലും നന്ദനെ ഒന്ന് വിളിച്ചു നോക്ക്. നാളെ വരുന്നില്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടി വിളിച്ചു പോണ്ടേ? ആ ഹലോ ശാരി. നന്ദേട്ടാ, അല്ല ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചതാ. വരാൻ പറ്റില്ല മോളെ. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കാണാത്തോണ്ട് വിളിച്ചതാ. നാളെ ഡിസ്ചാർജ് പറഞ്ഞിരിക്കുക. ആ, ഡോക്ടർ വന്നിരുന്നോ? ആ വന്നു. ഡിസ്ചാർജ് എഴുതാന്ന് പറഞ്ഞു. ഇനി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതിയെന്ന്. ആ, ഇനിയിപ്പോ അങ്ങനെ നോക്കാം മോളെ. നന്ദേട്ടന് നാളെ വരാൻ പറ്റുമോ? എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ മുരളി അങ്ങോട്ട് അയക്കാം. മുരളി വരും. ശരി നന്ദേട്ടാ. ആ, കഴിക്കേണ്ട മരുന്നുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ചോദിച്ചോളണം. പുറത്തുനിന്ന് മരുന്ന് വാങ്ങിക്കാനുണ്ടെങ്കിൽ മുരളി ഏൽപ്പിച്ചാൽ മതി, അവൻ വാങ്ങിച്ചെന്നോളൂ. ശരി നന്ദേട്ടാ, എന്നാ വെച്ചോ. ശരി. മുരളിയേട്ടനെ വിടാന്ന് പറഞ്ഞു. ആണോ? എന്താ നന്ദമ്മോൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഒന്നുമില്ല, പിന്നെ എന്തൊക്കെയോ അത്യാവശ്യമുണ്ടെന്ന്. പാവം നന്ദ, നമ്മളെക്കാൾ വിഷമിക്കുക കൊച്ച്. ബാലു, അതെന്താ പ്രഭയെ പോലീസ് പറഞ്ഞയച്ചത്? അവളുടെ പേരില് കേസ് പോലും ചാർജ് ചെയ്തില്ലല്ലോ. ചോദ്യം ചെയ്യൽ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് അറിഞ്ഞത്. പോലീസിന്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി കിട്ടിയപ്പോ വിട്ടുകാണും. അത് തന്നെയാ ഞാൻ ചോദിക്കുന്നേ. കുറ്റകൃത്യത്തിൽ പങ്കാളിയായ പ്രഭയെ അറസ്റ്റ് ചെയ്യില്ലേ വേണ്ടത്? ഈ അറസ്റ്റും ജയിലും ഒന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല ചന്ദ്രേ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് പോലീസിന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ വസുന്ധരയുടെ അന്വേഷണ രീതി DIGക്ക് പോലും വ്യക്തമല്ല. കൃത്യമായ തെളിവുകൾ ശേഖരിക്കൽ മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. പ്രഭയെ വിട്ട് സിദ്ധാർത്ഥനിലേക്കും നന്ദനിലേക്കുമുള്ള റൂട്ടിലായിരിക്കും IPSകാരുടെ യാത്ര. ഏറിയാൽ ഒരാഴ്ച. അതിനുള്ളിൽ വ്യക്തമായ തെളിവുകളോടെ പ്രതികളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സിദ്ധാർത്ഥന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ബന്ധം വെച്ച് ഇത് തേച്ചുമായ്ച്ച് കളയൂന്നാ ഇപ്പൊ എന്റെ പേടി. ഒന്നും നടക്കലേ ചന്ദ്രേ. ഇപ്പൊ കണ്ടിടത്തോളം പോലീസ് ഫോഴ്സിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നന്ദനും ദേവികയും അവരുടെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാ നമ്മുടെ മകളെ അറുങ്കൊല ചെയ്തേ. അവർക്ക് ദേവിക എവിടെയുണ്ടെന്ന് പോലീസിന് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ അറിവ്. അവളെ കണ്ടെത്തിയാൽ ഉള്ളതുള്ളതുപോലെ പറയിപ്പിക്കും വസുന്ധര. പിന്നെ സിദ്ധാർത്ഥനും നന്ദനും പ്രഭയും എല്ലാം കൊടുക്കും. അഥവാ പോലീസിന് വഴി തെറ്റിയാൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. സിദ്ധാർത്ഥന്റെയും മകന്റെയും മരണം എന്റെ കൈകൊണ്ട് തന്നെ സംഭവിക്കും. മറ്റൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. അതെ, നന്ദനെ തന്നെ തീർക്കും. മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദന സിദ്ധാർത്ഥന് അനുഭവിക്കട്ടെ. അതാ വേണ്ടേ, അത് തന്നെയാ വേണ്ടേ.
പൊതിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ മോഹമുള്ളുകൊണ്ടു നെഞ്ചിൽ ഏറ്റ മുറിപ്പാടിനുള്ളിൽ നൊമ്പരങ്ങൾ മാത്രം നീക്കിവച്ചതാരോ അമ്മ മനം തേങ്ങും തുടർക്കഥയോ കൺമണിയെ തേടും കടങ്കഥയോ ചുള്ളിക്കമ്പ് ചേർത്തൊരുക്കി വെള്ളി സ്വപ്നം ചായം മുക്കി സ്വർണ്ണക്കിളി പുന്നാരം വിളയാടുമ്പോൾ കാലമെന്ന വേട്ടക്കാരൻ കാഞ്ചനത്തിൻ കൂടിണത്തി കൂട്ടിലിട്ടു കൊണ്ടേ പോയി അകലേക്കെങ്ങോ സ്വർണ്ണപക്ഷത്തൂവൽ കൊഴിഞ്ഞൊഴിഞ്ഞു സ്വപ്നത്തിന്റെ തേരിൽ സ്വയം മറന്നു പുകമറയായി നിഴലായി അവൾ കണ്ണീരുണ്ണും എന്താ ഇവിടെ? നീ എന്തിനുള്ള പുറപ്പാടാ? പാട്ട് കേട്ടിട്ടാ ഞാൻ. ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഹലോ, ആ വളരെ നന്ദിയുണ്ട്. ശരി, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാളെ നേരം എടുക്കുമ്പോ ഇവളെയും കൂട്ടി ഇവിടുന്ന് പൊയ്ക്കോണം. എസ്തപ്പാനെ, ഞാൻ ഇവളോട് പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ആ അതല്ല, പിന്നെ ഇവളിനി ഇവിടെ നിന്ന പ്രശ്നമാ. എന്താ, പോലീസിന് വല്ല സംശയം തോന്നിയിട്ടുണ്ടോ? ആളുകൾ തിരഞ്ഞെത്താൻ സാധ്യതയുണ്ട്. നാളെ രാവിലെ ഇവിടെ സ്ഥലം മാറണം, ഇല്ലെങ്കിൽ പണി കിട്ടും. കർത്താവേ, പോയി കിടന്നുറങ്ങടി. രാവിലെ പോകണ്ട. നീ പറഞ്ഞു കേട്ടില്ലേ? ഇനി കയറി പോവാനല്ലേ പറഞ്ഞേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.